ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 21-ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 23 മുതലുള്ള വചനഭാഗങ്ങളാണ്. നമ്മൾ ആ ഭാഗം മുഴുവനും ചിന്തിക്കുന്നില്ല. ഇന്നലെ പറഞ്ഞു നമ്മൾ അതൊരു 23-ാം അധ്യായത്തിലെ 13 മുതൽ 36 വരെയുള്ള വചനങ്ങളിലായിട്ട് ഈശോ 7 തരം ശാപം അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തിന്മകൾക്കെതിരെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും ഇനി ഈ ഭാഗം വന്നപ്പോൾ ഇന്ദ്രയും സൂചിപ്പിച്ചിരുന്നു 23-ാം അധ്യായത്തിലെ 23-ാം വാക്യം എനിക്കൊരു അത്യാവശ്യം പ്രിയപ്പെട്ടൊരു സംഖ്യയാണ് 23 എന്ന് പറയുന്നത്. ഇടയ സങ്കീർത്തനം 23-ാം സങ്കീർത്തനമാണ്. 23 വരുന്ന ഒരുപാട് വചനഭാഗങ്ങൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന വചനഭാഗമുണ്ട്. യഥാർത്ഥത്തിൽ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും ഈ 23 എന്ന് പറയുന്ന വചനങ്ങൾ വരുന്നുള്ളൂ. ബാക്കിയുള്ളിൽ യോഹന്ന മറ്റേത് 19, 16, 23 ഒക്കെ ആയിട്ട് 22 ഒക്കെ ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ ആയിട്ട് അത്ര ഇങ്ങനെ അതിനകത്ത് നിൽക്കുക. അപ്പോൾ ഈ ലൂക്കായിൽ 23 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈശോയുടെ മരണത്തെ സംബന്ധിക്കുന്നതാണ്. അവനെ ക്രൂശിക്കുക എന്നവർ ആക്രോശിച്ചു കൊണ്ടിരുന്നു. അവസാനം അവരുടെ നിർബന്ധം തന്നെ വിജയിച്ചു, അവനെ ക്രൂശിക്കാനായിട്ട് വിജയിച്ചു. അങ്ങനെ ഈശോയെ ക്രൂശിക്കാൻ തീരുമാനിക്കുന്ന വചനഭാഗമായിട്ടാണ് നമ്മളത് കാണുന്നത് ഈശോയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് നമ്മളത് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള രക്ഷാകരമായ ബലിയുടെ തീരുമാനമെടുക്കപ്പെടുന്ന വചനമായിട്ടാണ് നമ്മൾ ലൂക്ക 23 വായിക്കുന്നത്. മത്തായി 23 എന്താണ്? വളരെ വ്യക്തമായിട്ടും ദൈവം മനുഷ്യരിൽ നിന്നും ഡിമാൻഡ് ചെയ്യുന്ന 3 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: കപട നാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ തുളസി, ജീരകം, ചതകുപ്പ എന്നിവയുടെ ദശാംശം കൊടുക്കുന്നു, എന്നാൽ അതിനേക്കാൾ പ്രധാനമായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവയെ തിരസ്കരിക്കുകയും ചെയ്യുന്നു, വിട്ടുകളയുകയും ചെയ്യുന്നു. അപ്പോൾ 3 പ്രധാന കാര്യങ്ങളാണ്. ഈ തുളസി, ജീരകം, ചതകുപ്പ എന്നൊക്കെ പറയുന്നത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതിൻ്റെ ഒന്നും ദശാംശം കൊടുക്കണമെന്ന് ഇത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അത് എത്രയും ഒരു നിസ്സാരമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ പോലും ദശാംശം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അത്രയും നിങ്ങൾ നേർച്ച കാഴ്ചകളിലും കാര്യങ്ങളിലും ഒക്കെ വളരെ കൃത്യമാണ്. പക്ഷേ മറ്റ് മനുഷ്യരോട് കാണിക്കേണ്ട നീതി, കരുണ, വിശ്വസ്തത നിങ്ങൾ വിട്ടുകളയുന്നു. യഥാർത്ഥത്തിൽ അതാണ് പ്രധാനം. ദൈവത്തിന് കൊടുക്കേണ്ട നേർച്ച കാഴ്ചകളെല്ലാം ഞാൻ നിറവേറ്റിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. മനുഷ്യനോട് കാണിക്കേണ്ട നീതിയും കരുണയും വിശ്വസ്തയും കൂടി നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. നമ്മളിങ്ങനെ ഉൽപ്പത്തിയിലേക്ക് പോകുമ്പം 23 ഇല്ല. യഥാർത്ഥത്തിൽ പുറപ്പാടിൽ 23 പറയുന്നത് ഈ ഇസ്രായേലിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു ലിസ്റ്റ്, അവരെ ഇങ്ങനെ ജബൂസിയർ, ഇങ്ങനെ ഇവരുടെ ഒരു നീണ്ട ലിസ്റ്റ് പറയുന്നുണ്ട്. കുറച്ച് പേരുകളാണ് പറയുന്നത്. ഇങ്ങനെ അതൊക്കെ അവരുടെ ശത്രുക്കളാണ്. പക്ഷെ അവരുടെ ഇടയിലൂടെ ദൈവം ഇസ്രായേലിനെ നയിക്കുന്നു. ഇങ്ങനെ അവരെല്ലാം നിശേഷം നശിപ്പിച്ച് കളഞ്ഞിട്ട് ഇസ്രായേലിനെ മുന്നോട്ട് നയിക്കുന്നു എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത്. കുറച്ചുകൂടി ഭംഗിയായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സംഖ്യയുടെ പുസ്തകം 23 നമ്മൾ വായിക്കണം. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: യാക്കോബിന് എതിരെ ആഭിചാരവും ഇസ്രായേലിന് എതിരെ ശുദ്രക്രിയകളും ഫലിക്കത്തില്ല. ദൈവം അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് യാക്കോബിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ഓർമ്മിക്കേണ്ട അവസരമാണിത് എന്നുള്ള രീതിയിലാണ് ആ വചനം നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ നീതി, കരുണ, വിശ്വസ്തത എന്നിവ പാലിക്കുന്നവനെ സങ്കീർത്തനം 23 പ്രകാരം ഇടയൻ മുന്നോട്ട് നയിക്കും. പുറപ്പാട് സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ശത്രുക്കൾക്കിടയിലൂടെ നയിക്കും, നിശേഷം ശത്രുക്കളെ നശിപ്പിച്ചു കളഞ്ഞിട്ട് നയിക്കും. സംഖ്യയുടെ പുസ്തകം അനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവർ ഒരു കാരണവശാലും ഒരു ശത്രുവിൻ്റെയും ശുദ്രക്രിയകൾക്കോ ആഭിചാരങ്ങൾക്കോ അടിപ്പെട്ടു പോകത്തില്ല, അവർ നശിച്ചു പോകത്തില്ല എന്ന് ദൈവം ഉറപ്പ് നൽകുന്നു. അങ്ങനെ നമുക്കതിനെ കണക്ട് ചെയ്ത് ചിന്തിക്കുകയാണ്. അത്രയും ബിബ്ലിക്കലി ഒരു ഡയറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഒന്നുമില്ല. പക്ഷേ നമുക്കിങ്ങനെ ആ വചനഭാഗങ്ങളിൽ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. നീതിബോധത്തോടെ ജീവിക്കുന്നവന്, നീതിമാനെ ദൈവം കടാക്ഷിക്കും. ദൈവം ഇങ്ങനെ അവനെ വഴി നടത്തും. അഷ്ടസ്വഭാവികളിൽ 7 പറഞ്ഞിട്ടുള്ളത് 7 ഉള്ളൂ.
ഒരെണ്ണം റിപ്പീറ്റീവ് പറയുകയാണത് നീതിയാണ്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ആദ്യം പറയുന്നുണ്ട്. പിന്നെ അവസാനം ഒന്നുകൂടെ പറയുന്നുണ്ട്, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ നീതിയെക്കുറിച്ച് 2 പ്രാവശ്യം പറയുക. ആ ബൈബിൾ തന്നെ ബുക്ക് ഓഫ് ജസ്റ്റിസ് എന്നൊക്കെ നമ്മൾ വിളിക്കേണ്ടത്. ബൈബിൾ തുടങ്ങി തീരുന്നവർ ജസ്റ്റിസാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. സ്നേഹം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നീതിയുടെ പോരാട്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവം ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ഒരു അപ്പനെ, ഒരു വളർത്തുപിതാവിനെ വേണം മനുഷ്യാവതാര സമയത്ത്. അങ്ങനെ ജോസഫ് എന്ന മനുഷ്യനെ തിരഞ്ഞെടുക്കുക. ഒരൊറ്റ ക്വാളിറ്റിയെ ദൈവം നോക്കിയിട്ടുള്ളൂ. അത് ലൂക്കാ സുവിശേഷം വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മളിങ്ങനെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, ജോസഫ് നീതിമാനായ ജോസഫ്. അപ്പോൾ നീതിമാനാണെന്നുള്ള വ്യക്തത സുവിശേഷം നമുക്ക് തരുന്നുണ്ട്. അപ്പം ദൈവം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ നീതിയെ കാണേണ്ടത്. ഒരാൾ കൃത്യമായും നീതിപൂർവ്വം ജീവിക്കുക എന്നുള്ളത്, മറ്റുള്ളവരെ പരിഗണിക്കുക, ജോലിക്കാരന് കൂലി കൊടുക്കുക, അതൊക്കെ വളരെ നമ്മളൊന്നും കത്തോലിക്ക സഭയിൽ ഒരിക്കലും ഈ നമ്മുടെ ഒരു സ്ഥാപനത്തിലും ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള തട്ടിപ്പും വെട്ടിപ്പും ചെയ്യാൻ പാടില്ല. നീതിയോടെ ജീവിക്കുക, ഒരുവന് അവകാശപ്പെട്ടത് മാത്രം എടുക്കുക, അവകാശമില്ലാത്ത കാര്യം കൈക്കലാക്കാൻ ശ്രമിക്കാതിരിക്കുക, നീതിപൂർവ്വം ജീവിക്കുക. അങ്ങനെയുള്ളവന് ദൈവം കാത്തുപാലിക്കും. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. കരുണ, അത് ക്രിസ്തുവിൻ്റെ ബേസിക് സ്വഭാവമാണ്. ദ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സി എന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നവരെ ദൈവത്തിൻ്റെ പേര് തന്നെ കരുണയെന്ന് നമുക്കിടാം. ദ കമ്പാഷൻ, ഇങ്ങനെ അനുകമ്പാദ്രമായ സ്നേഹത്തോടുകൂടി ഹെസദോടുകൂടി ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കരുണ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം ഉണ്ടെന്ന് നമുക്ക് പറയാം. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുക. കരുണ, നീതിയും വിശ്വസ്തയേക്കാൾ പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ കരുണ കാണിക്കും. കാരണം 10 സുവിശേഷം 25 നമ്മൾ വായിക്കുന്നുണ്ട്, അന്ത്യവിധി നടപ്പിലാക്കാൻ പോകുന്നത് കരുണയുടെ പേരിലാണ്. നീ എന്തൊക്കെ കരുണ കാണിച്ചതിൻ്റെ പേരിലാണ് അന്ത്യവിധി നടപ്പിലാക്കാൻ പോകുന്നത്. നീ വിശക്കുന്നവന് ഭക്ഷിക്കാൻ കൊടുത്തോ, അങ്ങനെയെങ്കിൽ എനിക്കാ തന്നത്. ദാഹിക്കുന്നതിന് കുടിക്കാൻ കൊടുത്തു, അങ്ങനെയെങ്കിൽ എനിക്കാ തന്നത് എന്ന് പറയുമ്പോൾ ദൈവം കാരുണ്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യം ഭയങ്കരമാണ് യഥാർത്ഥത്തിൽ. അവസാനം പറയുന്നത് വിശ്വസ്തതയെക്കുറിച്ച്, ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തനായിരിക്കുക. അത് നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലും മറ്റു മനുഷ്യരോടും ഒക്കെ വിശ്വസ്തരായിരിക്കുക. ജീവിത പങ്കാളിയോട് സമർപ്പിതൻ, അവൻ്റെ ജീവിത വ്രതങ്ങളോട് ഒക്കെ വിശ്വസ്ത പുലർത്തണമെന്നുള്ള ഒരു കൃത്യമായ ഓർമ്മപ്പെടുത്തൽ ഈശോ ഇവിടെ നടത്തുന്നുണ്ട്. വിശ്വസ്ത പുലർത്തുക എന്നുള്ളതാണ്. ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഈ 3 കാര്യങ്ങൾക്കും നമ്മളെ സഹായിക്കുന്നത് ത്രിത്വിക ദൈവമാണ്. നീതിപൂർവ്വം ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പിതാവായ ദൈവമാണ്. കരുണയോടെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത് കരുണാമയനായ ഈശ്വനാഥനാണ്. വിശ്വസ്തത പുലർത്തുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാരൂപിയാണ്. ഇങ്ങനെ നമ്മൾ കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് ഇങ്ങനെ ഓരോന്നും ഓരോരുത്തരുടെ ഡ്യൂട്ടിയാണെന്ന് പറയുന്നതല്ല. എങ്കിലും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് കുറെ കൂടി ഇവരുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടുള്ളൊരു കാര്യമാണ്. പിതാവായ ദൈവം ഇടപെടുന്നതൊക്കെ ഇങ്ങനെ നീതി, അതായത് ഇങ്ങനെ പുത്രന് വേണ്ടി ഒരു അപ്പനെ തിരഞ്ഞെടുക്കുമ്പോൾ നീതിമാനെ തിരഞ്ഞെടുക്കുക, അങ്ങനെ പിതാവായ ദൈവത്തിന് കുറെ കൂടി പ്രാധാന്യം കൊടുക്കുന്നത് നീതി എന്നൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് പോകുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. അതായത് പഴയ നിയമത്തിലൊക്കെ ആ ശിക്ഷയും രക്ഷയും ഒക്കെ നടപ്പിലാക്കുന്നത് നീതിയുടെ പുറത്താണ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ ഈ സുവിശേഷത്തിൽ നമ്മൾ ഉടനീളം മനുഷ്യാവതാരം എന്തിനെന്ന് ചോദിച്ചാൽ ദൈവം കരുണ കാണിക്കാൻ വേണ്ടി എന്ന് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരുണയുടെ ഭാവം മുഴുവനും എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് മൊത്തം യേശുവിലൂടെ. അതുകൊണ്ട് ഈശോ കാരുണ്യത്തെക്കുറിച്ച് ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം കരുണയെക്കുറിച്ചാണ്. ഈശോ ചെയ്ത അത്ഭുതങ്ങൾ മൊത്തം കരുണയെക്കുറിച്ചാണ്. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത് ആ പെൺകുട്ടിയോടുള്ള കരുണയാണ്, ആ കുടുംബത്തോടുള്ള കരുണയാണ്. അവിടെ അങ്ങോട്ട് മൊത്തം കരുണയാണ്. പിന്നെ പാവനിയായ സ്ത്രീയോട് കാണിക്കുന്ന ഇടപെടലിൻ്റെ അവളെ വെറുതെ വിടുന്നു, ഇതൊക്കെ കരുണയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവസാനം വിശ്വസ്തത പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. അതായത് വിശ്വസ്തത പുലർത്താനായിട്ട് പറ്റാത്ത രീതിയിൽ പേടിച്ച് പിന്മാറിക്കൊണ്ടിരുന്ന അപ്പോസ്തലന്മാരെല്ലാം പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാരൂപി തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നു കഴിയുമ്പോഴാണ് അവർ വിശ്വസ്ത പുലർത്താൻ കേപ്പബിൾ ആവുന്നത്. അതുവഴി അവർക്കത് പറ്റുന്നില്ല യഥാർത്ഥത്തിൽ. ആ തള്ളിപ്പറയുകയും സംശയിക്കുകയും അങ്ങനെ ഇവർ ചിതറിപ്പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അവരിങ്ങനെ പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടി പരിശുദ്ധാരൂപി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്നു. അവരെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് അവർ ധൈര്യമുള്ളവരായി മാറുന്നു. അവർ വിശ്വസ്ത പുലർത്തുന്നു. അവർ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്നു. എല്ലാവരും മരണം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിയ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും യോഹന്നാൻ വെളിപാടിലൂടെ മഹത്വപ്പെടുത്തുന്നു. പിന്നെ അപ്പോൾ നമുക്കിങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അവർ വിശ്വസ്തത പുലർത്താനായിട്ട് അവർ സഹായിച്ച പരിശുദ്ധാരൂപിയാണ്. നമുക്കും പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളെ നീതിബോധത്താൽ നിറയ്ക്കണമേ. പുത്രനായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയം
കരുണയുള്ളതാക്കി തീർക്കണമേ. പരിശുദ്ധാരൂപിയായ ദൈവമേ, ഞങ്ങളുടെ കരങ്ങൾ വിശ്വസ്തത പുലർത്തുന്ന ഇടപെടലുകളുടെ പ്രതീകമായി മാറണമേ. ആമേൻ.